ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയുടെ മറ്റൊരു അവിസ്മരണീയമായ തിരിച്ചുവരവിനാണ് ഇന്ന് ഫുട്ബോൾ ലോകം ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചത്. ഒരു ഗോളിന് പിറകിൽ പോയ അർജന്റീന മത്സരത്തിന്റെ അവസാനത്തിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. അങ്ങനെ കലാശപ്പോരിന് അർജന്റീനയും മെസ്സിയും ഒരിക്കൽ കൂടി യോഗ്യത കരസ്ഥമാക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ ഇംഗ്ലണ്ട് തുടക്കത്തിലൊക്കെ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്, അർഹിച്ച ഒരു ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അവർ പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങി. തോമസ് ടുഷേലാണ് പ്രതിരോധത്തിലേക്ക് തങ്ങളുടെ താരങ്ങളെ പിൻവലിച്ചത്. ഡിഫൻസ് ശക്തിപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. യഥാർത്ഥത്തിൽ അത് അബദ്ധമായി. അർജന്റീന നിരവധി ആക്രമണങ്ങൾ നടത്തി. അതിന്റെ ഫലമായിക്കൊണ്ടാണ് 2 ഗോളുകൾ അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ തോമസ് ടുഷേലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇംഗ്ലീഷ് താരങ്ങൾ. മുൻ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ആയിരുന്ന ജോ ഹാർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന സമയത്തും ടുഷേലിന് ഈ ടീമിൽ വിശ്വാസമില്ലായിരുന്നു. അതാണ് അദ്ദേഹം തെളിയിച്ചത്. ഇതാണ് ജോ ഹാർട്ട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇംഗ്ലീഷ് ഇതിഹാസമായ വെയിൻ റൂണി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇംഗ്ലണ്ട് ആകെ പേടിച്ചു പോയി. ഒരു ഗോൾ നേടിയതിനു ശേഷം ഇംഗ്ലണ്ട് കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലണ്ട് ഒരു ഗോൾ നേടിയപ്പോൾ യഥാർത്ഥത്തിൽ സമ്മർദ്ദം ഉണ്ടാവേണ്ടത് അർജന്റീനക്കായിരുന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായി കാര്യങ്ങൾ. ടുഷേലാണ് ഇതിന് കാരണം. ഇതാണ് വെയിൻ റൂണി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഒരു ഗോൾ നേടിയതോടുകൂടി ഇംഗ്ലണ്ട് പാനിക്കായി. പിന്നീട് ഇംഗ്ലണ്ട് പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു എന്നാണ് ഇപ്പോൾ വെയിൻ റൂണി കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും തോമസ് ടുഷേലിന്റെ തന്ത്രങ്ങൾ ആകെ പാളി എന്ന് തന്നെ പറയേണ്ടി വരും. അർജന്റീനക്കെതിരെ ഒരു ഡിഫൻസീവ് ഗെയിം കളിച്ചത് പൂർണ്ണമായും അവരെ പിറകോട്ട് വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സരത്തിന്റെ അവസാനത്തിലൊക്കെ നിരന്തരം ആക്രമണങ്ങളാണ് അർജന്റീന നടത്തിയത്. ഇതോടുകൂടി ഇംഗ്ലീഷ് ഡിഫൻസിന് മറുപടി ഇല്ലാതാവുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.